ഇപ്പം ചിലരോടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ളവരോട് ഒന്ന് രണ്ട് മിനിസ്റ്റർമാർ സ്ത്രീകളുടെ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു ബഹുമാനം തോന്നും. ബഹുമാനം തോന്നിയാൽ ഞാൻ ബഹുമാനം തോന്നിയെന്ന് തന്നെ പറയാം. അവരുടെ പാർട്ടിയല്ല ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പോലും പറയാതെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്ന ആളാണ്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ജന്മനാ വിശ്വസിച്ച, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ചില വിശ്വാസങ്ങളുണ്ട് എൻ്റെ അച്ഛനും അമ്മയും. അത് രാഷ്ട്രീയമായാലും മതമായാലും. എവിടെങ്കിലും ഒരിടത്ത് മാത്രം പോകുന്നുണ്ട് ഇവരിപ്പോൾ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എന്തോ പറയും. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവരോടെല്ലാം എനിക്ക് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് ചേച്ചി ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തൻ. ഞാനത് പറയാറുണ്ട്, പല ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാറുണ്ട്. എന്നെ രക്ഷപ്പെടുത്താൻ ഈശ്വരൻ അയച്ച ഒരു അവതാര പുരുഷനാണ് സുകുമാരൻ എന്ന് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ജീവിതം തന്നു, നല്ല രണ്ട് പൊന്നു മക്കളെ തന്നു. ഇന്ദിരൻ്റെ രാജുവിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് രാജുവിൻ്റെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇയാൾ മിണ്ടുമോ എന്തോ. അച്ഛൻ്റെ അതേ മോനാ, സംസാരം കുറവാണ്, വളരെ കുറവാണ്. ആ ഓ ആ അത് ശരി. ഞാനും ഇന്ദിരൻ്റെ നേരെ എഴുതിച്ചാൽ കാണുമ്പോൾ തൊട്ട് ബോധനം വരെ ബോധവൻ എഴുന്നേറ്റ് ഓടുന്ന പോലത്തെ ഡയലോഗ് അടി. അത് പണ്ട് സുഹൃത്ത് ഞങ്ങളെ കളിയാക്കും. അത് ഏറ്റവും അറിയാവുന്നത് നമ്മുടെ ദാസേട്ടൻ്റെ ഭാര്യ പ്രഭയ്ക്കാണ്. ഞാൻ പറയും, സുഹൃട്ട എന്തോ സുഹൃട്ട, പ്രഭ വീട്ടിൽ വന്ന് സംസാരിച്ചു കൂട്ട 3 മൂളലാണ് മൂളിയതൊന്നും പറഞ്ഞില്ലല്ലോ കാര്യമായിട്ട്. എനിക്ക് വേറെ വല്ലതും പറയാൻ, നീ ഒന്ന് നിർത്തിയിട്ട് അടച്ചിട്ട് വേണ്ട എനിക്ക് പറയാൻ ചോദിക്കും. അപ്പോൾ എന്ത് പറഞ്ഞ പോലെ സംസാരം കൂടുതൽ ഞാനും ഇന്ദ്രനുമാണ് വീട്ടിൽ. അത് ഇന്ദ്രനും അതെ, വളരെ. അപ്പോൾ പലരും പറയും ചേച്ചിയോട്ടാണ് ഇന്ദ്രൻ, അയ്യോ പാവം ഒരുപാട് സംസാരിക്കുന്നു. മറ്റവും പാവം അല്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഒരാൾ അച്ഛനും ഒരാൾ അമ്മയാണ്. മറ്റേ സുഹൃത്തിനും ഇങ്ങനെ തന്നെയാണ്. അതേസമയം എന്തെങ്കിലും കാര്യം പറഞ്ഞു നോക്കിയാട്ടെ കാര്യമായിട്ട് അതുപോലെ ചെയ്യും, പ്രവർത്തിക്കും. രാജുവിന് ഈ കൂടുതൽ ഈ ഒരു സിനിമാ ഫീൽഡിലുള്ള ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളും അതൊക്കെ വളരെ കുറവാണ്. അവൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും അത്രയും അടുത്ത് ആരെങ്കിലും ഒരു വിശേഷ ദിവസം വിളിച്ചു, അല്ലെങ്കിൽ ഒരു പുറന്നാൾ, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെ വിളിച്ചാൽ ജസ്റ്റ് ഒന്ന് അവിടെ പോകുമെന്നല്ലാതെ ഈ ഡെയിലി പുറത്ത് പോയി ഫ്രണ്ട്സുമായിട്ട് ആ പരിപാടി പൃഥ്വിരാജില്ല. അതിപ്പോൾ ഇന്ദ്രന് കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ട്. പക്ഷേ എന്നാലും ഇന്ദ്രൻ ഈ സൈനിക് സ്കൂൾ ഫ്രണ്ട്സിനെയും അത്യാവശ്യം സിനിമയിലുള്ള അടുത്ത കൂട്ടുകാരെയൊക്കെ അതുപോലെ ആ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകും. അപ്പോൾ ഞാൻ രാജുവിനോട് പറയാം, കേട്ടോ ചേട്ടനെ പോലെ ചേട്ടനെ പോലെ ബൗൺസായ ചെക്കത്തറുണ്ടെന്നൊന്ന് ചോദിച്ചാൽ കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വെറുതെ എന്തായാലും കളിയാക്കും. അമ്മയെ ഒത്തിരി അടുക്കാൻ പോയാലും കുഴപ്പമാണ് കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്തായാലും എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. കാരണം എനിക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് കാലിലൊരു ഇച്ചിരി ഒരു അസുഖമായിട്ട് ഞാനിപ്പോൾ ഒരു 5-8 ദിവസം വിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ചികിത്സിച്ചു. അത് കഴിഞ്ഞ് കാലൊക്കെ തൂക്കി വെച്ചൊരു 3 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തു. ആസ്റ്ററിലായിരുന്നു ഞാനൊക്കെ പോയത്. എൻ്റെ സഹോദരൻ കൂടുതലുള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. എന്തോ ഉണ്ടെങ്കിലും മാരകമായ അസുഖമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ പോയി കണ്ടു. അപ്പോൾ അത് ഇങ്ങനൊരു സംഭവമാണെന്ന് കണ്ടപ്പോൾ ലഡാക്കിൽ കിടക്കുന്ന പൃഥ്വിരാജ് അവിടുന്ന് വരുന്നു, ബോംബെ പോയിട്ട് ഇവിടെ നിന്ന് വരുന്നു, ഇന്ദ്രൻ ഹൈദരാബാദിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ അത് അത്ര ഒരു സംഭവം അപകടകരമായ സ്ഥിതിവിശേഷം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കത്തില്ലേ? വേണ്ട എന്ന് പറഞ്ഞിട്ട് അതാണ് അങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർമാരോടൊക്കെ അമ്മ പറയും എല്ലാം മാറി നാളെ അങ്ങ് വിട്ടായിരുന്നു സാറേ, നോക്കിയിട്ടേ വിടാവേ, അമ്മയ്ക്ക് ഇങ്ങനെ അവരുടെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും, ഈശ്വര അങ്ങനെ 2 കുഞ്ഞുങ്ങളെ തന്നില്ലേ സുഖോട്ട, പിന്നെ എന്തിനാ കൂടുതൽ? എന്നാലും ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും വീടായിട്ടും സ്ഥലമായിട്ടും അതായിട്ടും എല്ലാം വാങ്ങിച്ച് എനിക്ക് സുഖമായിട്ട് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ. പക്ഷെ ആശ്രയിക്കുന്നതുകൊണ്ട് ഒരു നാണക്കേടുമില്ല. എൻ്റെ മക്കൾ എന്തും ചെയ്യും ഞാൻ പറഞ്ഞാൽ, അതൊന്നും അവർക്ക് പൈസയൊന്നും പ്രശ്നമേ അല്ല. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കുന്നത് കഴിയുന്നത് അവരുടെ കുടുംബം നന്നാക്കി എടുക്കട്ടെ. ഒരു മകനെ കല്യാണം കഴിച്ചു കൊടുത്തു, ഭാര്യയായി 2 കുഞ്ഞുങ്ങളായി. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? പഴയ പോകുന്നവർ നോക്കുമോ? അപ്പം ഞാനെപ്പോഴും പറയും അതെല്ലാം ചിട്ടപ്പെടുത്തണം. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആവശ്യമുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും. ഞാനെന്തിനാ നാണം കെടുത്? എനിക്ക് ഒരു നാണം കേടുമില്ല എൻ്റെ മക്കളോട് ചോദിക്കാനായിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ഈ പറഞ്ഞ ചേട്ടനുണ്ട്. ഒരാവശ്യം വന്നാൽ ചേട്ടൻ ആ സെക്കൻഡ് കൂടെ വരികയും എന്ത് വേണേലും ചോദിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. അതേപോലെ തന്നെയാണ് സഹോദരിമാരും എല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം നമുക്ക് ഈശ്വരൻ ഒരുക്കി തന്നില്ലേ. ഏറ്റവും പ്രധാനം മക്കളാണ്, കാരണം അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ ചോദിക്കാത്ത സങ്കടമേ ഉള്ളൂ. എന്തിനാ അമ്മ ഇങ്ങനെ ദുരഭിമാനം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അടിക്കാറുണ്ട് 2 പേര്. അപ്പോൾ ഞാൻ പറയും ആവശ്യമുള്ളപ്പോൾ അമ്മ ചോദിക്കും. ഒരു ദുരഭിമാനവും ഇല്ല.
പിന്നെ ഒരു കുടുംബമായിട്ട് കഴിയുന്നിടത്ത് ഈ പറഞ്ഞ പോലെ ചുമ്മാതെ ചോദിച്ച് അല്ലെങ്കിൽ എൻ്റെ മോൻ എനിക്കിങ്ങനെ തന്നു എന്നൊരു ചുമ്മാ വെറുതെ ഒരു ജാട കാണി അതിനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ പഴയ കാലത്തെ ഒരമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എൻ്റെ മക്കൾ എൻ്റെ ആ സുവേട്ടൻ തന്നിട്ട് പോയ വലിയ 2 നിധി പോലെയാണ് എനിക്ക്. അപ്പോൾ അവരെ ഇനിയുള്ള കാലം ഈശ്വരനും നിങ്ങളും ഈ പറയുന്ന എൻ്റെ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ കൂടെ നോക്കിക്കോളും. എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പോയിട്ടില്ല ഇന്നേ വരെ. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പോലും പറയാതെ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഈശ്വരൻ അറിയാമല്ലോ, എല്ലാ ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ്. ദൈവത്തിൻ്റെ പേരിൽ ഞാൻ അടിപിടി കൂടാറില്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ജന്മനാ വിശ്വസിച്ച അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ചില വിശ്വാസങ്ങളുണ്ട് എൻ്റെ അച്ഛനും അമ്മയും. അത് രാഷ്ട്രീയമായാലും മതമായാലും. അതിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ബാക്കിയെല്ലാം കള്ളമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അത് പറയുന്നവൻ മണ്ടനാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അത് വിട്ടുകൊടുക്കുക. ഇപ്പം ഞാൻ വേളാങ്കണ്ണി അമ്മയുടെ വലിയ ഭക്തിയാണ്. ഈ വീവാപള്ളിയിലും പോകാറുണ്ട്. എവിടെങ്കിലും ഒരിടത്ത് മാത്രം പോകുന്നുണ്ട്. ഇവരിപ്പോൾ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എന്തോ പറയും? ഒന്നുമില്ല. അതൊക്കെ ഓരോ വിശ്വാസങ്ങൾ. അനുഭവത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന വിശ്വാസങ്ങളാണ്. അത് ആ വിശ്വാസങ്ങൾ നമ്മളെ സംരക്ഷിക്കട്ടെ എന്ന് മാത്രമേ എല്ലാവരും വിചാരിക്കുക. ഏതായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ അഭിനയ ജീവിതം 50-ലെത്തി. ഇനിയിപ്പോൾ ഈ പറയുന്നതിനോട് ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ ആലോചിക്കും, ഈശ്വരാ എന്തൊക്കെയോ ചെയ്തു കഥാപാത്രങ്ങളെ എന്ന് പറഞ്ഞാലും ഒരു മൊത്തത്തിലൊരു സംസാര വിഷയമാകുന്ന ചില കഥാപാത്രങ്ങളെക്കുറിച്ച് ചെയ്യാൻ നമുക്ക് വലിയ താല്പര്യമാണ്. അല്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്നല്ല കേട്ടോ. ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ ജൂഡിൻ്റെ സാറാസിൽ അഭിനയിച്ചു. ആ അമ്മച്ചിയെ കണ്ടിട്ടാണ് ബ്രോഡാഡിയിൽ എൻ്റെ മോനും മോഹൻലാലും ഒക്കെ തീരുമാനിക്കുന്നത് അമ്മച്ചിയായിട്ട്. അമ്മ മതി, മോഹൻലാൽ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചിയുടെ ആ പടം ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നെ രണ്ടാമത് വിളിച്ചു. പക്ഷേ അവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ രണ്ടാമത് സിനിമാ ഫീൽഡിൽ വന്നത് രാജസേനൻ സാറിൻ്റെ പടത്തിലാണ്. റോമിയോ, ദിലീപായിരുന്നു അതിലെ നായകൻ. അപ്പോൾ അതിലൂടെയാണ് ഞാൻ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞ് കുറേ പടങ്ങളിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ നോക്കുമ്പോൾ അതൊക്കെ ഒരുമാതിരിയില്ല. ആരോ പറഞ്ഞ പോലെ സെറ്റ് പ്രോപ്പർട്ടി പോലെ ഒരമ്മ അവിടെ വീട്ടിൽ നിൽക്കുന്നു. അമ്മ ഞാൻ ഇറങ്ങുകയാണേ എന്ന് പറയാൻ വേണ്ടി ഒരമ്മ. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് സീൻ 5 ഉള്ളെങ്കിലും അത് ചേച്ചി ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇതേപോലെ തൃശ്ശൂർ പൂരം ഒരു കോടതിയിലൊരു ജഡ്ജിയായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം സന്തോഷം എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തു, അജിത് തോമസിൻ്റെ. അതിനകത്തെ അമ്മച്ചി ഷാജോൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ അതിനകത്തെ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞാൽ അതാ യൂട്യൂബിലാണ് ഒരുപാട് ജനം, ഒരു 8-9 ലക്ഷം പേര് കണ്ടത്. അതെല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുക, ചേച്ചി എന്തൊരു ഇതുപോലൊരു അമ്മച്ചി എനിക്കുണ്ട് ചേച്ചി, ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്, ചേച്ചി ഈ സിനിമയിൽ അഭിനയിച്ച് സംസാരിക്കുകയാണെന്ന് തോന്നാറില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ പ്രശംസിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ഞാനിങ്ങനെ ആലോചിക്കും, ഇനി എന്ത് ക്യാരക്ടറാണ്. പലപ്പോഴും പറയാറില്ലേ, ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു കഥാപാത്രം കിട്ടിയില്ല. അങ്ങനെ ആഗ്രഹിച്ച് കിട്ടാനും മാത്രമുള്ള കഥാപാത്രങ്ങൾ നമ്മൾ തേടി പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ അതൊരു നിരാശയായിട്ട് വരും. പക്ഷേ എങ്കിലും എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ പറയാമായിരുന്നു ഇന്ദിരാഗാന്ധിയായിട്ട് അഭിനയിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, അത് ശരിയല്ലല്ലോ അങ്ങനെ. അല്ല, കാരണം അങ്ങനെയല്ല, ചില സ്ത്രീകളുടെ രീതികൾ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആരാധന തോന്നും അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യം മുതലേ കാണുന്നുണ്ട്, ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ട്, എനിക്കതുണ്ട്. ഇപ്പം ചിലരോടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ളവരോട് 1-2 മിനിസ്റ്റർമാർ സ്ത്രീകളുടെ, ഇവിടെ അല്ല കേന്ദ്രത്തിൽ. അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊരു ബഹുമാനം തോന്നിയാൽ ഞാൻ ബഹുമാനം തോന്നിയെന്ന് തന്നെ പറയാം. അവരുടെ പാർട്ടിയല്ല ഞാൻ അന്വേഷിക്കുന്നത്, സെൻസിബിളായിട്ട് അല്ലേ, വിവരമുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്ക് കേട്ടാലറിയാം. അതിപ്പം നമ്മുടെ ന്യൂസ് അവർ കേട്ടാൽ മതി. ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളും, ചിലർ വന്നിരിക്കുമ്പോൾ പള്ളി പറഞ്ഞാൽ മതി പോടാ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരുടെ ഇത് വരാവുന്ന വർത്തമാനമാണോ എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതേസമയം വളരെ മാന്യമായിട്ട് അങ്ങനെയൊക്കെ നിങ്ങളൊക്കെ പറയാതെ അതൊന്നും അല്ല അതിൻ്റെ രീതി എന്നും പറയും, ഒരു സമാധാനപൂർവ്വം കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നവരുണ്ട്. ഈ വ്യത്യാസമേ ഞാനും പറയുന്നുള്ളൂ. അവിടെ രാഷ്ട്രീയമുണ്ടോ? എത്രയോ പേര് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ മന്ത്രിമാരായിട്ടിരിക്കുന്നവരോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളെങ്കിലും ഉണ്ടല്ലോ മാന്യമായിട്ട് ടി വിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ ഞാൻ പറയും. വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒരു ഡിബേറ്റ് അവറിൽ വന്നിരുന്ന് നിൽക്കരുത്. അങ്ങനെ ഇങ്ങനെ മറ്റിടത്ത് ദേഷ്യം വരുമ്പോൾ വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് ദേഷ്യം ഇതിപ്പോൾ ലക്ഷം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ദൈവം ഇതുപോലെയൊക്കെയുള്ള സ്ട്രോങ് ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ
തീർച്ചയായിട്ടും അഭിനയിക്കും. അപ്പോൾ ഈ സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരോട് ആരോട് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം, എനിക്കിങ്ങനെ ഒരു വേഷം നിങ്ങളുടെ പണ്ട് ഞാൻ പറയാറില്ല. കാരണം ഈ ഫീൽഡിലെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾ ഡയറക്ടർ മനസ്സിൽ കാണും ഇന്നാര് ചെയ്യണമെന്ന്, പ്രൊഡ്യൂസർ മനസ്സിൽ കാണും, കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ കാണാം, അയ്യോ അത് അവരെക്കാട്ടി ചില മറ്റവർക്കായിരിക്കും ആ ലുക്ക്. ഇതൊക്കെ സ്വാഭാവികമാണ്. പണ്ട് അത്ര ശക്തമായിട്ടില്ല, ഇപ്പോൾ അത് ശക്തമായിട്ടുണ്ട്. അത് പറയാൻ ഞാൻ ഒരു മടിയും വിചാരിക്കുന്നില്ല. ഇന്നത്തെ സിനിമയും അന്നത്തെ സിനിമയും തമ്മിൽ അന്ന് നിർമ്മാതാവിന് വലിയ വിലയാണ്. ഞാനൊക്കെ ജയഭാരതി പ്രൊഡക്ഷൻസിൻ്റെ ഞാനിത് ഈ അടുത്ത കാലത്ത് പറഞ്ഞത്, ടി വാസുദേവൻ സാറിൻ്റെയൊക്കെ പടത്തിൽ അഭിനയിക്കാൻ ചെന്നിറങ്ങുമ്പോൾ 7 മണിക്ക് അങ്ങ് ചെല്ലണം. ഈ 7 മണിക്ക് ചെല്ലുമ്പോഴേ സാറ് വിളിക്കും, അയ്യോ സാർ ഇത്ര രാവിലെ വന്ന സാർ ആദ്യം ആരാ വരുന്നതെന്ന് അറിയാൻ വേണ്ടി 6 മണിക്കേ വന്നിരിക്കുന്നു. അപ്പോൾ അതായിരുന്നു അന്ന് നിർമ്മാതാക്കളുടെ ഒരു രീതി. അപ്പോൾ ആ ഭയവും നമുക്കുള്ളിലുണ്ട്. ഇപ്പോൾ അതിനൊക്കെയുള്ള സെറ്റപ്പുകളാണ്. മാനേജർ ഇത്ര, മറ്റേതിരെ പ്രൊഡക്ഷൻ ഡിസൈനർമാരായി, കൺട്രോളർമാരായി. അപ്പോൾ അവർ ഒക്കെ കൂടെ നോക്കിക്കോളൂ എന്നുള്ളൊരു ധാരണ. അപ്പോൾ അത് അതേപോലെ തന്നെ സൗണ്ട് ഇപ്പോൾ എല്ലാം നമുക്ക് ഡബ്ബിങ്ങിലൂടെ തിരുത്താം. പണ്ട് അങ്ങനെയാണോ? ആ സെറ്റിൽ നിന്ന് നമ്മൾ ലൈവായിട്ട് സംസാരിക്കുക. ഇപ്പോൾ സീരിയലിലൊക്കെ അത് തുടങ്ങിയിട്ടുണ്ട്, ലൈവായിട്ട് മൈക്കിലൂടെ എടുക്കുന്നത്. അവിടെ ഇത് പറയണം. അപ്പോൾ അകത്ത് എഞ്ചിനീയർ സാർ വിളിച്ച് പറയും, മാ കുറച്ചുകൂടെ ഒന്ന് ശബ്ദം തരുമോ, കിട്ടിയില്ല ഇവിടെ. അപ്പോൾ ഞാൻ പറയാം, സാറേ ഇത് അച്ഛൻ മരിച്ച് കരയുന്ന സീനാണ്, 8:30 കട്ടേ പറയാൻ പറ്റൂ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് കാരണം, അത് ലൈവ് എടുക്കുക. അപ്പോൾ അത് അപ്പുറത്ത് കിട്ടണ്ടേ, നമ്മളിവിടെ കിടന്ന് അച്ഛാ എന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു ടെക്നോളജി വളർന്നതിൻ്റെയൊക്കെയുള്ള ഒരു വ്യത്യാസങ്ങളിലൂടെ വർക്ക് വളരെ ഈസിയായി ഇപ്പോഴും. പാട്ടുകാർക്കും അഭിനേതാക്കൾക്കും എല്ലാം. എന്തെങ്കിലും തെറ്റിയാൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് ഒരു ക്ലോസപ്പ് എടുത്തിടാം. പണ്ടുള്ള സംവിധായകരും ഒന്നും അത് സമ്മതിക്കത്തില്ല, ഒന്നേന്ന് റീടേക്ക് പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളിലൂടെ ശാസ്ത്ര പുരോഗമിച്ച സിനിമയിലും അതിൻ്റേതായ കാലാനുസൃതമായ പുരോഗതി ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഴയ ബന്ധങ്ങൾക്കൊരു ചെറിയ മൂല്യച്യുതി ഉണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട്. പണ്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കും. ഞാനിത് പറഞ്ഞിട്ടൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം, നസീർ സാറിൻ്റെ വീട്ടിൽ നിന്ന് ടിഫിൻ വരും, അത് ഷെയർ ചെയ്ത് കഴിക്കും. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഔട്ട്ഡോർ പോകുമ്പോൾ ഏർക്കാട് അല്ലെങ്കിൽ ഊട്ടി ഒക്കെ ഔട്ട്ഡോർ പോകുമ്പോൾ എല്ലാവരും വല്ലതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അച്ചപ്പോന്നും ഉണ്ണിയപ്പോന്നും മറ്റേത് അച്ചാറ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കും, നീ എന്ത് കൊണ്ടുവരുന്നൊക്കെ. അതൊക്കെ കൊണ്ട് ഷെയർ ചെയ്ത് ആ ഒരു സുഖം ഇപ്പോഴില്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കാലം മാറി, എല്ലാവർക്കും അവരവരുടേതായ സൗകര്യങ്ങളും പ്രൈവസിയൊക്കെ വേണം. അത് സ്വാഭാവികം, ഇതൊക്കെ വരുന്നത് തന്നെയാണ്. നമ്മുടെ കൊച്ചുമക്കൾക്ക് വരെ ഇപ്പോൾ പഠിക്കാൻ വേറെ മുറി വേണമെന്നായി. നമ്മളങ്ങാണ് ഇരിക്കുന്ന മുറിയുടെ സൈഡിലിരിക്കത്തില്ല. അപ്പോൾ പിന്നെ വേറെ ആരെങ്കിലും പറയണോ? അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് റൂം വേണം. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് സിനിമാക്കാരും, അവരുടേതായ പ്രൈവസി വേണം. അപ്പോൾ ക്യാരവനായി അല്ലെ പ്രത്യേക റൂമായി ഒക്കെ ആയി. പിന്നെ അതുപോലെ രോഗങ്ങൾ, കൊറോണ വന്ന കാലത്ത് ഷൂട്ടിങ്ങിന് പോകാനൊക്കെ എല്ലാവരും ഭയന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടൊക്കെ ഇനി വന്നു, ഇല്ലെന്നല്ല, പക്ഷേ എന്നാലും നമുക്കൊരു പേടിയാണ്. കൂട്ടത്തിലിരിക്കുമ്പോൾ ആരാ തുമ്മിയത്, ഇയാളാ, പനിയുണ്ടോ പോലെ എന്നൊക്കെ നമ്മൾ തന്നെ ചോദിക്കും. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ ഒന്നിച്ചിരുന്നുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കൽ, അതൊക്കെ ഉള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് മമ്മൂട്ടിയോ മോഹൻലാലിനെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ ചെല്ലും. ഞാനായതുകൊണ്ടാണ് എന്താ ചേച്ചി എന്നാൽ പോലും നമുക്ക് പണ്ടത്തെ പോലെ ചെയ്യരുത് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ട്. കൂടുതൽ അങ്ങ് ഡയലോഗ് അടിക്കരുത്, അവിടെ എഴുന്നേറ്റ് പോകും, അവരവിടെ കണ്ട് ഒരു 5 മിനിറ്റ് ചുമ്മാതിരുന്നോട്ടെ എന്ന് നമുക്ക് സ്വയം തോന്നും. അതാണ് ഇന്നത്തെ സിനിമ. പണ്ട് അങ്ങനെയല്ല. നസീർ സാറിനോട് എന്തും പറയാം, മധു സാറിനോട് എന്തും പറയാം, ജയഭാരതിയോടും ശാരദയോടും ഷീലയോടും എന്തും പറയാം. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ളൊരു കാലം മാറിയതിൻ്റെ ഒരു ചെറിയ വിഷമം എന്നെപ്പോലെയുള്ള പഴയ നടിമാർക്കുണ്ട്. എങ്കിലും അതാണല്ലോ ഈ പറയുന്നതല്ലേ. ഇപ്പം ഇതുപോലെ ആയിരിക്കല്ലേ ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഇല്ല റോബോട്ട് വന്നെന്ന് പറയുന്നതിനുണ്ട്. ഇപ്പോൾ സർജറി വരെ റോബോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. എന്ത് പറയുന്ന പോലെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അത്രത്തോളം പുരോഗമിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ ഞാൻ 50 വർഷം പൂർത്തിയാക്കിയല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ ഭഗവാനെ ഇത് ഞാൻ അറിയാതെ ദൈവത്തിനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് വളരെ വിനയപുരസരം പറയട്ടെ, ചേച്ചി ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ഒരു നല്ല കഥാപാത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംവിധായകരോടും സഹനടന്മാരോടും, എൻ്റെ മോനൊരു സംവിധായകനുണ്ട്, അവനോടടക്കം പറയുക,
പിന്നെ പറയണം ഉണ്ടെങ്കിൽ. അങ്ങനെ എന്തെങ്കിലും ഒരു വളരെ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രം ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിപ്പോൾ എന്ത് കഥാപാത്രം എന്ന് ചോദിച്ചാൽ ഇത് എഴുതുന്നവർക്കേ അറിയുള്ളൂ. അതങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.